ഇന്ത്യ സന്ദർശിക്കാനൊരുങ്ങി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. ഭാരതത്തെ പിണക്കാനാവില്ലെന്ന തിരിച്ചറിവിൽ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് മാലദ്വീപ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഒക്ടോബർ 2ാം വാരം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് സൂചന. എത്രയും പെട്ടെന്ന് ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നതായാണ് മുഹമ്മദ് മുയിസു പറഞ്ഞത്. UN പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ US-ലെത്തിയ മുയിസു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മുയിസു അവസാനമായി ന്യൂഡൽഹിയിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കും അനുയോജ്യമായ സമയത്ത് മുയിസു ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം. 2023 നവംബറിൽ മുയിസു അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ ഉലച്ചിലുണ്ടായിരുന്നു. എല്ലാ മാലദ്വീപ് പ്രസിഡന്റുമാരും അധികാരമേറ്റാൽ ആദ്യം ഇന്ത്യയിലേക്കായിരുന്നു സന്ദർശനം നടത്തിയിരുന്നത്. എന്നാൽ അധികാരമേറ്റ മുയിസു ആദ്യം തുർക്കിയും പിന്നീട് ചൈനയുമാണ് സന്ദർശിച്ചത്. ഇന്ത്യൻ സൈനികരെ രാജ്യത്തു നിന്നും നീക്കം ചെയ്യുക എന്നത് മുയിസുവിന്റെ പാർട്ടിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. ഇന്ത്യയുമായി ഉണ്ടാക്കിയ ഹൈഡ്രോഗ്രാഫിക് സർവേ കരാർ പുതുക്കില്ലെന്ന് കഴിഞ്ഞ ഡിസംബറിൽ മാലദ്വീപ് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ സൈനികരെ മാലദ്വീപിൽ നിന്നും പിൻവലിക്കാൻ മുയിസു സർക്കാർ ഇന്ത്യയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചതിന് പിന്നാലെ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ത്യൻ സർക്കാർ ഒരു ഹൈ ലെവൽ കോർ ഗ്രൂപ്പിനെ രൂപീകരിച്ചിരുന്നു. ഈ വർഷം മെയ്യിലാണ് മാലദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈനികരുടെ പിൻവാങ്ങൽ പൂർത്തിയായത്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങളിൽ മാലദ്വീപ് ഉപമന്ത്രിമാർ അപകീർത്തികരമായ പരാമർശം നടത്തി. തുടർന്ന് ഇന്ത്യ മാലദ്വീപ് ബന്ധം കൂടുതൽ വഷളായി. മാലദ്വീപ് പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർന്ന് മാലദ്വീപ് ഉപമന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ 2 ജൂനിയർ മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെയാണ് മുയിസു ഇന്ത്യ സന്ദർശിക്കുമെന്ന പ്രഖ്യാപനം വരുന്നത്. മാലദ്വീപിന് ഇന്ത്യയെ പുറത്താക്കാൻ ലക്ഷ്യമില്ലെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു പറഞ്ഞിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച സഹമന്ത്രിമാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും മുയിസു വ്യക്തമാക്കി. പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നടന്ന സംവാദത്തിൽ സംസാരിക്കവെയാണ് മുയിസുവിന്റെ പ്രതികരണം. രാജിവെച്ചു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി മുയിസു സർക്കാർ ഇവരെ പുറത്താക്കിയതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.